ബാങ്കോക്കിലെ അവസാനത്തെ ദിവസമാണ്. ഹോട്ടലിൽ ചായ കുടിച്ചാണ് നമ്മൾ നേരെ പോയത് സഫാരി വേൾഡ്. ഇവിടെ പുലിന്റെ ബർഗർ വരണ്ട്. ഫസ്റ്റ് തന്നെ നമ്മൾ പോയത് എലിഫന്റ് ഷോക്കാണ്. അടുത്തതായി നമ്മൾ പോയത് മുട്ട വേൾഡ്. ഇത് ഇവിടുത്തെ ലേബർ റൂമാണ്. ഇതൊക്കെ ഗർഭിക്കാൻ കിടക്കണ ഗർഭിണികൾ. പിന്നെ നമ്മൾ പോയത് വെടിവെപ്പ് ഷോക്ക്. ആകെ മൊത്തത്തിൽ വെടി പോകുന്നത്. നമ്മളെ മലപ്പുറത്തുനിന്ന് വന്ന കാക്കാക്ക് ക്രിമിനൽ മൈൻഡ് ഇല്ലാത്തതുകൊണ്ട് മൂപ്പര് പകുതിക്കുന്ന പുറത്ത്. ഞാൻ വെറുതെ പുറത്തേക്ക് ഇറങ്ങിയപ്പോ ഒരു ചുള്ളൻ ചക്ക ഇങ്ങനെ നടന്നു പോകണ്ടായിരുന്നു പറയാൻ പറഞ്ഞിരുന്നു. പിന്നെ നമ്മൾ പോയത് ഡോൾഫിൻ ഷോ ആണ്. ആ കടന്നു പോരുന്നത് മെയ്ഡ് ഇൻ ഇന്ത്യൻ, അല്ലെങ്കിൽ ഇന്ത്യ എന്നുള്ള ഇമാരി പ്രോഡക്റ്റ് ഒക്കെ പഠിപ്പിച്ചു. ഡോൾഫിൻ ഷോ നിങ്ങളൊന്ന് കാണേണ്ട മുതൽ തന്നെ മസ്റ്റ് ട്രൈ ഐറ്റം. നമ്മള് മലപ്പുറത്തെ വ്ളോഗർ സജീവമായിട്ട് 24 മണിക്കൂർ വ്ളോഗ് എടുത്തോണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോയത് നീർനായന്റെ ഷോ. ഇതൊക്കെ ഒന്ന് കാണേണ്ട മുതൽ തന്നെ. ഈ കിടക്കണാണ് കടൽപ്പന്ത്. ഈ സഫാരി വേൾഡിലെ ഏറ്റവും ഭാഗ്യവാൻ ആരെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഈ കൊരങ്ങൻ. നോക്കിയാ അമിന ഓന്റെ ഒരു ഇൽമ. ചെക്കന് ഡെയിലി ഓരോന്നിന്റെ മടി കയറിന്ന് മടുത്ത്. ഈ കാക്കാന്റെ കജ്ജിലൊരു സാധനം ഉണ്ട്. അത് കണ്ട് പേടിച്ച് കണ്ട മൂപ്പര്. ഒരു വെടിക്കുള്ള ഉണ്ടാക്കാ തോക്കലുണ്ടാവൂല്ലേ? നിറച്ച നോക്കാം. അത് കഴിഞ്ഞ് കണ്ട് നമ്മളെ ബസ്സിൽ തന്നെ ഓരോ ഓപ്പൺ സൂ കൂടി ഒരു യാത്ര. എല്ലാ വക സാധനങ്ങളും ഉണ്ടായിന്റെ ഉള്ളിൽ. കുറച്ചേരം നമ്മളെ ഗൈഡ് തള്ളന്റെ മുമ്പിൽ നിന്നിട്ട് പോയി. നമ്മൾ സെഫിയ ട്രാവൽസിന്റെ കൂടെയാണ് വന്നിട്ട്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഓരോ കസ്റ്റമൈസ്ഡ് ടൂർ പാക്കേജ് ഒക്കെ അറിയാൻ വേണ്ടിട്ട് ഓരോ പേജിൽ ഒന്ന് കയറി അടിയിൽ മെൻഷൻ ആക്കി. ഗൈഡ് തള്ളക്ക് ഒരു ചാറ്റിംഗ് കൊടുത്തുകൊണ്ട് നമ്മൾ ബാക്കി നാളെ